സ്പേം DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എപ്പോഴാണ് ഒരു കപ്പിൾ നോക്കേണ്ടത്? നിങ്ങൾ കുറേ നാളായിട്ട് മദ്യത ചികിത്സ ചെയ്യുന്നു, നിങ്ങൾക്കൊരു പ്രഗ്നൻസി ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൗണ്ട് നോക്കി, ഹസ്ബൻഡിൻ്റെ കൗണ്ടിനകത്ത് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷേ എന്നിട്ടും ഒരു പ്രഗ്നൻസി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേരിക്കോസിലുണ്ട്, നല്ല വേരിക്കോസിലുണ്ട്, പക്ഷേ കൗണ്ടിന് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നോക്കേണ്ട ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ IVF ചെയ്തു, പല പ്രാവശ്യം ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല. വൈഫിൻ്റെ ഫാക്ടേഴ്സ് നോർമലാണ്, പക്ഷേ എംബ്രിയോയുടെ ഗ്രേഡ് വരുമ്പം അത്ര നല്ല ഗ്രേഡ് ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ടെസ്റ്റാണ്. അതായത് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് സൈക്കിൾ ഫെയിലായവർക്ക്, IVF റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തവർക്ക്, അല്ലെങ്കിൽ അബോർഷൻ എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു പരിശോധനയാണ് DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ്. എന്താണ് സ്പേം DNA ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സ്പേമിനകത്ത് കാണുന്നത് നമുക്കറിയാവുന്നത് ക്രോമസോംസ് ആണ്. ഈ ക്രോമസോമിനകത്ത് എന്താ ഉള്ളത്? DNA. ഈ DNAയുടെ സ്ട്രാൻഡിന് വരുന്ന ഫ്രാഗ്മെൻറ്റേഷനെയാണ് നമ്മൾ സ്പേം DFI ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് പലതരം ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിന് നമുക്ക് 20,000 രൂപയാവുന്ന ടെസ്റ്റുണ്ട്, 3,500-നും 6,500-നും ലെവലിൽ നിൽക്കുന്ന ടെസ്റ്റുണ്ട്, 15,000 രൂപയുടെ ടെസ്റ്റുണ്ട്. അത് പല തരത്തിലാണ്, ഓരോ ലാബും ചെയ്യുന്ന പല തരത്തിലാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ ഇതിനൊരു റേഷ്യോ ഇതിനൊരു പെർസെൻറ്റേജ് നമ്മൾ എടുക്കും. 15% താഴെയാണ് നിങ്ങളുടെ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എങ്കിൽ അത് നോർമലാണ്. 15-നും 25% ഇടയ്ക്കാണ് നിങ്ങളുടെ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എങ്കിൽ ഫെയർ ടു ഗുഡ്, വലിയ കുഴപ്പമില്ല. പക്ഷേ 25% മേളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. മോർ ദാൻ 30 ആണെങ്കിൽ സ്പേം DNA ഫ്രാഗ്മെൻറ്റേഷൻ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കേസുകളിൽ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യം, അവർക്ക് IVF ചെയ്യുമ്പോൾ പോലും അവരുടെ എംബ്രിയോയുടെ ഗ്രേഡ് വളരെ പൂറാവുകയും ഇംപ്ലാന്റേഷൻ റേറ്റ് വളരെ കുറവാകുകയും അബോർഷനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്കിത് വന്നു? നിങ്ങൾക്ക് സ്മോക്കിംഗ് ഉണ്ടോ? ആൽക്കഹോളിസം ഉണ്ടോ? വേരിക്കോസിലുണ്ടോ? നിങ്ങളുടെ ജീവിതശൈലി എങ്ങനെയാണ്? നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ സ്ത്രീ ഹോർമോണിൻ്റെ ലെവൽ കൂടുതലാണോ? ഇതെല്ലാം പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേരിക്കോസിലുണ്ടെങ്കിൽ, വേരിക്കോസിൽ കറക്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ ഈ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ നല്ല രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ DNA ഫ്രാഗ്മെൻറ്റേഷൻ വളരെ ഹൈ ആയിട്ട് കാണുന്നത് ട്രങ്കൽ ഒബീസിറ്റി, അതായത് വയറ് ഭയങ്കരമായിട്ടുള്ള പുരുഷന്മാർക്ക് സാധാരണ DFI വളരെ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും, നിങ്ങളുടെ വയറ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ, നമ്മളത് പല പേഷ്യൻസിനും നമ്മളത് കണ്ടിട്ടുണ്ട്. അവരുടെ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെരിക്കോസിനുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. സ്പേം DNA ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ ഈ DFI ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഫ്രീക്വൻറ്റ് ഇജാക്കുലേഷൻസ് പറയും. ഫ്രീക്വൻറ്റ് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ സമയം നിങ്ങൾ ഇജാക്കുലേറ്റ് ചെയ്യണം. കൂടുതൽ ഇജാക്കുലേറ്റ് ചെയ്യുമ്പം DFI ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ആകെ മരുന്ന് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പിയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പി എടുക്കുമ്പോൾ DFI ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മളുടെ ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പി നമ്മളല്ലാതെയും പുരുഷന്മാർക്ക് വന്ധ്യത അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പല പ്രാവശ്യം IVF ചെയ്തു, ഫെയിലിയർ ആവുന്നു, അബോർഷൻസ് കൂടുന്നു, ഹസ്ബൻഡിൻ്റെ കൗണ്ട് നോർമലാണ്, പക്ഷേ എന്നിട്ടും ഒരു പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. അതൊരു നൂതനമായ ഒരു പരിശോധനയാണ്, പക്ഷേ നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെയധികം നോക്കാറുണ്ട്. IVFന് പോലും പേഷ്യൻസ് DFI ചെയ്ത് കഴിയുമ്പോൾ അവരത് കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്താൽ, അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് മാനേജ് ചെയ്താൽ അത് ഇമ്പ്രൂവ് ആയി വരുന്നതും, അത് നമുക്കൊരു സക്സസ്ഫുൾ പ്രഗ്നൻസി ലഭിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. താങ്ക് യു.